السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد وعلى مشايخنا وعلى والدينا. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ഡിജിറ്റലൈസ് ചെയ്ത പുണ്യകർമ്മങ്ങളെക്കുറിച്ചാണ് നാം പറയുന്നത്. വളരെ ചുരുങ്ങിയ ഇബാദത്ത് കൊണ്ട് ഒരുപാട് ഇബാദത്തുകളുടെ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ പറ്റിയ അവസരങ്ങൾ. അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത അൻ സയ്യിദിനാ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ ഖൈറും മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു ഇല്ലൽ മസ്ജിദൽ ഹറാം. എൻ്റെ പള്ളി, എൻ്റെ ഈ പള്ളി, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞത്. സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ, അതതിൻ്റെ ബഹുമാനമാണ്. ഇതെൻ്റെ വീടാണ്, ഇതെൻ്റെ കാറാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എൻ്റെ ഈ പള്ളിയിൽ വെച്ച് ഉള്ള ഒരു നിസ്കാരം, അത് ഫർളാവട്ടെ, 2 റക്അത്ത് സുന്നത്താവട്ടെ, തഹയ്യത്ത് നിസ്കാരമാവട്ടെ, ദുഹാ നിസ്കാരമാവട്ടെ, വിത്റാവട്ടെ, തഹജ്ജുദ് ആവട്ടെ, ഏതാവട്ടെ, ഈ പള്ളിയിൽ വെച്ചുള്ള ഒരു നിസ്കാരം ഖൈറും മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാ, മറ്റു പള്ളികളിൽ 1000 പ്രാവശ്യം നിസ്കരിക്കുന്നതിനേക്കാളും പുണ്യാണ്. മാഷാ അല്ലാഹ്. ഇല്ലൽ മസ്ജിദൽ ഹറാം, സ്വാഭാവികമായും മസ്ജിദുൽ ഹറാമിനെ ഒഴിച്ച്, മസ്ജിദുൽ ഹറാമിൽ നമ്മൾ പറഞ്ഞല്ലോ അത് കോടിക്കണക്കിന് പുണ്യം കിട്ടുന്ന പള്ളിയാണ്. അപ്പോൾ മസ്ജിദുൽ ഹറാം അല്ലാത്ത മറ്റേത് പള്ളിയിൽ വെച്ചും 1000 പ്രാവശ്യം നിസ്കരിച്ച കൂലി എൻ്റെ പള്ളിയിൽ 1 പ്രാവശ്യം നിസ്കരിച്ചാൽ കിട്ടും. മാഷാ അല്ലാഹ്, എത്ര വലിയ ഭാഗ്യമാണത്. സൗദിയിലുള്ളവരൊക്കെ, അതുപോലെ നാട്ടിൽ നിന്നും മറ്റ് അറബ് കൺട്രികളിൽ നിന്നുമൊക്കെ വരാൻ കഴിയുന്നവരുമൊക്കെ സാധിക്കുമ്പോഴെല്ലാം ആ ചാരത്ത് പോയിരിക്കുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ ചാരത്തിരുന്ന് അത്തഹിയാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയുന്നതിൻ്റെ മഹത്വം ഒന്ന് ചിന്തിച്ചു നോക്കൂ. മസ്ജിദുൻ നബവിയിൽ അവിടുത്തെ ചാരത്തിരുന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നതിൻ്റെ മഹത്വം ചിന്തിച്ചു നോക്കൂ. അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന ആ പുണ്യ പള്ളിയിൽ വെച്ച് അവിടുത്തെ ചാരത്ത് വെച്ച് പറയുമ്പോൾ എന്തൊരു അനുഭൂതി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മസ്ജിദുൻ നബവിയിൽ വെച്ച് കിട്ടുന്ന റീചാർജ് ഒന്ന് വേറെ തന്നെയാണ്. ആത്മാർത്ഥമായി അവിടുന്ന് നിസ്കരിച്ചാൽ ഒന്നിന് 1000 റക്അത്തിന്റെ പുണ്യമുണ്ട് എന്നാണ്, അല്ലെങ്കിൽ 1000 നിസ്കാരത്തിന്റെ പുണ്യമുണ്ട് എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. വുളുഓടുകൂടി ഇഅ്തികാഫിന്റെ നിയ്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമയുടെ പരിശുദ്ധ മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് മറ്റു ചിന്തകളൊന്നുമില്ലാതെ, ലോകമാന്യമില്ലാതെ അവിടുത്തേക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അതിമഹത്തായ അമലാണ്. നമ്മുടെ ഹസനാത്തുകളുടെ അക്കൗണ്ടിൽ കേടുപാടുകൾ വരാതെ നിലനിൽക്കുന്ന ഏക അമല് പരിശുദ്ധ സ്വലാത്തായിരിക്കും. എന്ത്? നിസ്കാരമാവട്ടെ, അതുപോലെ നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, ഹജ്ജാവട്ടെ, ഇതൊക്കെ ഒരു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും സ്വീകരിക്കപ്പെടാതെ പോയേക്കാം, നഷ്ടപ്പെട്ടു പോയേക്കാം. സ്വീകരിച്ചതാണെങ്കിൽ തന്നെ അത് പല വിധേനയും നമുക്കതിൻ്റെ പുണ്യങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ നമ്മുടെ ഹസനാത്തുകളുടെ പട്ടികയിൽ നിന്ന് കേടുപാട് വരാതെ നിലനിൽക്കുന്ന ഏറ്റവും വലിയ അമല് എന്താണ്? അത് സ്വലാത്താണ്. കാരണം എന്താ? സ്വലാത്തിന് കേടുപാടുകൾ പറ്റാതിരിക്കാൻ നാം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്ത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുമെന്നാണല്ലോ നമ്മൾ മുമ്പ് ഹദീസിൽ പഠിച്ചത്. ഒരു സ്വലാത്തിൽ എത്ര സ്വലാത്ത് അള്ളാഹുവിൽ ലഭിക്കുന്നത്? 10 സ്വലാത്ത്. ആ 10ന് കേടുപാട് പറ്റൂല. അള്ളാഹു തരുന്ന സ്വലാത്ത് നമ്മൾ ശരിക്കും ഒന്ന് ആലോചിക്കുക, അതിൻ്റെ ഒന്ന് ആഴത്തിലേക്ക് ചിന്തിച്ചു നോക്കുക, ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അള്ളാഹു നമുക്ക് തരുന്ന ഈ 10 സ്വലാത്ത് അതിനെ നിഷ്ഫലമാക്കാൻ ഒരാൾക്കും കഴിയില്ല. കഴിയോ? അതിനെ ഇല്ലായ്മ ചെയ്യാനോ അത് പൊളിച്ചു കളയാനോ അള്ളാഹു തരുന്നതിനെ നഷ്ടപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല.
അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് തന്ന സ്വലാത്ത്, ഈ 10 സ്വലാത്ത് കേടുപാടുകൾ കൂടാതെ നമ്മുടെ ഹസനാത്തിന്റെ പട്ടികയിൽ ഉണ്ടാകും. അള്ളാഹു അതെമ്പാടും തരട്ടെ. നമ്മുടെ മറ്റു അമലുകളും അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അപാകതകളൊക്കെ തീർത്തുകൊണ്ട്. അപ്പോൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന 10 സ്വലാത്ത്, അതിന് കേടുപാടുകൾ വരില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത നമ്മെ ബേജാറാക്കുന്ന ഹദീസ് നാമൊക്കെ പലപ്പോഴും കേട്ടതാണ്. അതദറൂന മനിൽ മുഫ്ലിസ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വല്ലാത്ത ചോദ്യം. അല്ല സ്വഹാബത്തെ, ആരാണ് കൈവലഞ്ഞു പോയവൻ? സാമ്പത്തിക ശേഷിയില്ലാതെ പറ്റെ തൊലഞ്ഞവൻ ആരാണ്? സാമ്പത്തിക ശേഷി എന്നല്ല, പറ്റെ തൊലഞ്ഞു പോയവൻ ആരാണ്? ആ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ഞങ്ങളെ കൂട്ടത്തിൽ തൊലഞ്ഞ് മുഫ്ലിസായവൻ, കൈവലഞ്ഞു പോയവൻ ആരാ? പൈസ ഇല്ലാത്തവൻ, ഒന്നിനും പണമില്ല, അവനാണ് കൈവലഞ്ഞവൻ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സത്യത്തിൽ അവരല്ല കൈവലഞ്ഞവർ. കടത്തിലും മറ്റു കുടുങ്ങി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരല്ല സത്യത്തിൽ കൈവലം. പിന്നാരാ? ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസക്ക. എൻ്റെ ഉമ്മത്തിൽ ചില ആളുകളുണ്ട്, അവർ ആഖിറത്തിൽ വരുമ്പോൾ അവരുടെ ഹസനാത്തിന്റെ പട്ടികയിൽ നിസ്കാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്, നോമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, സക്കാത്തുണ്ട്, അങ്ങനെ പല അമലുകളും ഉണ്ട്. പക്ഷേ അതോടൊപ്പം എന്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ലവണ്ണം ആലോചിക്കുക. ഈ പരിശുദ്ധ റമദാനിൽ ഇതൊക്കെ പൊരുത്തപ്പെടിക്കാൻ പറ്റിയ അവസരങ്ങളാണ്, തൗബ ചെയ്യാൻ പറ്റിയ അവസരങ്ങളാണ്. എന്താ? ഖദശത്ത മഹാദ, ഒരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അവന് അക്കല മാലഹാദ, മറ്റൊരാളുടെ ധനം, ഹറാമായ ധനം തിന്നിട്ടുണ്ട്, മറ്റൊരാളുടെ രക്തം ചിന്തിയിട്ടുണ്ട്, വേറൊരാളെ അടിച്ചിട്ടുണ്ട്, അങ്ങനെ പല ദുൽമും അവൻ ചെയ്തിട്ടുണ്ട്. ആരെയൊക്കെയാണോ ദുൽമ ചെയ്തത്, ആ ദുൽമ ചെയ്യപ്പെട്ട ആൾക്ക് ഇവന്റെ ഹസനാത്തുകളൊക്കെ എടുത്തു കൊടുക്കും. നിസ്കാരം അവൻ എടുത്തു കൊടുക്കും, നോമ്പിൽ നിന്ന് അവൻ എടുത്തു കൊടുക്കും. അങ്ങനെ അവന്റെ ഹസനാത്ത് മുഴുവനും കഴിഞ്ഞാൽ ഉഖിദ മിൻ ഖത്വായാഹും ഫതുരിഹത് അലൈഹി, അവരുടെ തിന്മകളെ ഇവന്റെ മേലിൽ ചുമത്തും. നാം ആരെയാണോ ഭൂമിയിൽ വെച്ച് ആക്രമിച്ചത്, ദുൽമ ചെയ്തത്, അവർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഹസനാത്തില്ലെങ്കിൽ അവരുടെ പക്കലുള്ള സയ്യിആത്തുകൾ എടുത്ത് നമ്മുടെ രേഖയിൽ ചുമത്തും. അല്ലാഹ്, എന്താ പറയാ? സുമ്മ തുരിഹ ഫിന്നാർ, പിന്നെ അവനെ നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന്. ഇതിൽ ഏത് പെടൂല? സ്വലാത്ത്, അള്ളാന്റെ പക്കൽ നിന്നുള്ള സ്വലാത്ത് അതിലൊന്നും പെടൂല. അള്ളാഹു നമുക്ക്, നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്തുകൾക്ക് അള്ളാഹു തിരിച്ചു നൽകുന്ന 10 സ്വലാത്ത്, അത് ഈ രൂപത്തിൽ മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുകയോ മറ്റോ ചെയ്യില്ല. അതവിടെ സുരക്ഷിതമായി ഉണ്ടാകും. അത് റബ്ബിന്റെ വലിയ ഔദാര്യമാണ്, വലിയ ഫളിലാണ്. അതുകൊണ്ടാണ് നാം നമ്മുടെ ക്ലാസ്സുകളിലൂടെയൊക്കെ സ്വലാത്തുകളെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നതും അവയുടെ ഓഡിയോ പ്രചരിപ്പിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാര്, സഹോദരിമാര്, ഇന്ന് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. ഫോണിൽ കളിക്കുന്നതിന് പകരം ഇയർഫോൺ വെച്ച് ഇത്തരം ഓഡിയോകൾ കേട്ട് നമ്മുടെ യാത്രയിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്വലാത്ത് ചെല്ലാം. ജോലിക്കിടയിൽ സ്വലാത്ത് ചെല്ലാം. അടുക്കള ജോലി ചെയ്യുന്ന സഹോദരിമാർക്ക് ജോലി ചെയ്യാം. ഏത് ജോലിക്കിടയിൽ നമുക്ക് എന്ത് ചെയ്യാം? നാവ് കൊണ്ടുള്ള ജോലി അല്ലാത്ത, ടീച്ചിങ് ഒക്കെ പോലുള്ള നാവ് കൊണ്ട് ജോലിയുള്ളവർക്ക് പിന്നെ സ്വലാത്ത് ചെല്ലാൻ പറ്റൂല. അല്ലാത്ത ജോലി ചെയ്യുന്നവർക്കൊക്കെ എന്ത് ചെയ്യാം? ഇയർഫോൺ വെച്ചോ, അല്ലെങ്കിൽ അത് ആരുമില്ലാത്ത സ്ത്രീകൾക്കൊക്കെ വീട്ടിൽ തുറന്നു വെക്കാം. തുറന്നു വെച്ച് നമ്മുടെ വീടും പരിസരവും ഇതൊക്കെ കേൾക്കുന്നത് തന്നെ ബറക്കത്താണ്. അവക്കൊപ്പം നമ്മുടെ വീടും പരിസരവും ഒക്കെ സ്വലാത്തിൽ പങ്കെടുക്കും. അങ്ങനെ ഈ സ്വലാത്തുകൾ കഴിവിൻ്റെ പരമാവധി നാം വർദ്ധിപ്പിക്കുക. അത് നമുക്ക് നഷ്ടപ്പെടാത്ത ഒരു അമലാണ്. അതോടൊപ്പം പ്രത്യേകിച്ച് ഇത് പറഞ്ഞതിപ്പോൾ എന്തിനാ? പ്രത്യേകിച്ച് മസ്ജിദുൻ നബവിയിൽ വെച്ച് സലാത്ത് വർദ്ധിപ്പിക്കുക. അവിടെ ഖുർആൻ ഓതുന്നതിനേക്കാളൊക്കെ പുണ്യം സലാത്ത് വർദ്ധിപ്പിക്കുക. അൽക്കഫൊക്കെ പോലുള്ള പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകൾ അല്ലാത്തതിനേക്കാളൊക്കെ അവിടെ പുണ്യം എന്താണ്? റസൂലുള്ളാഹിന്റെ സവിധത്തിൽ ഏറ്റവും നല്ലത് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അത് ആ ചാരം അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഒരു മഹത്വമാണ്. അവിടുത്തെ നമ്മൾ ആദരിക്കുന്നതിൻ്റെ അടയാളമാണ്. അള്ളാഹു നമുക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാനും മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കാനും അവിടെ വെച്ചെമ്പാടും സ്വലാത്ത് ചെല്ലാനും തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. നമ്മയും നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.